ഓം നമ ശിവായ. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ മഹാദേവനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി ജപിക്കേണ്ട 6 മന്ത്രങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 6 മന്ത്രങ്ങളും ഒരുമിച്ച് ഒരേ സമയം ജപിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് അത് വേണം ജപിക്കാനായിട്ട്. ഒരു സമയം ഒരു മന്ത്രം മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മന്ത്രജപത്തിന് ഇത്ര എന്ന കണക്കില്ല. നിങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ആകാം. എന്നാലും 3 പ്രാവശ്യം ജപിച്ചാലും ധാരാളമാണ്. വെറും തറയിലിരുന്ന് മന്ത്രജപം പാടില്ല. ഒരു ഷീറ്റ് വിരിച്ച് തറയിലിരുന്നോ അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നുകൊണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രജപം നടത്താവുന്നതാണ്. ഈ മന്ത്രജപത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും തന്നെയില്ല. ഉറങ്ങും മുൻപായി ഈ മന്ത്രം 3 തവണ ജപിച്ചാൽ ഉണരും മുമ്പേ ഫലം എന്നാണ് വിശ്വാസം. ഭക്തിയോടെ ഭഗവാനിൽ മനസ്സർപ്പിച്ചുള്ള ജപം മാത്രമാണ് ഇതിനാവശ്യം. നമുക്ക് ഈ മന്ത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. രോഗശമനത്തിനായാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ മുക്തി പഞ്ചാക്ഷരി മന്ത്രമായ രം നമ ശിവായ എന്ന് ജപിക്കണം. ശത്രുദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുവാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ ശക്തി പഞ്ചാക്ഷരി മന്ത്രമായ ഹ്രീം നമ ശിവായ എന്ന് ജപിക്കണം. ഉയർന്ന വിദ്യാഭ്യാസത്തിനും ജോലി ലഭിക്കാനുമാണ് പ്രാർത്ഥനയെങ്കിൽ വിദ്യാ പഞ്ചാക്ഷരി മന്ത്രമായ ഐം നമ ശിവായ എന്ന് ജപിക്കണം. വശീകരണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മദന പഞ്ചാക്ഷരി മന്ത്രമായ ക്ലീം നമ ശിവായ എന്ന് ജപിക്കണം. നിങ്ങളുടെ ആവശ്യം പണമാണെങ്കിൽ മായ പഞ്ചാക്ഷരി മന്ത്രമായ യും നമ ശിവായ എന്ന മന്ത്രം ജപിക്കണം. ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കലഹങ്ങളും എല്ലാം ഒഴിഞ്ഞ് ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ ശ്രീ പഞ്ചാക്ഷരി മന്ത്രമായ ശ്രീം നമ ശിവായ എന്ന് ജപിക്കണം. ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ ഒരാഗ്രഹം മനസ്സിലോർത്ത് ഒരു മന്ത്രം മാത്രം ഒരു സമയം ജപിക്കുക.